കോൺഗ്രസിലാകെ മൊത്തം അഴിച്ചുപണി നടക്കുകയാണ്. നേതൃസ്ഥാനത്ത് കയറിയിരിക്കുന്ന പല്ലും നഖവും കൊഴിഞ്ഞ വയസ്സന്മാർ ഒഴിഞ്ഞിട്ട് അധികാരത്തിലിരിക്കാമെന്ന് കരുതി ചെറുപ്പക്കാർ മാറി നിന്നാൽ കാര്യമില്ല. അതിനെതിരെ വലിയ ബഹളമൊക്കെ കോൺഗ്രസിനുള്ളിൽ നടത്തുകയും ചെയ്തു. എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ തമ്മിൽ തല്ല് രൂക്ഷമാണ് എന്നും പറഞ്ഞ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് റിട്ടയർമെന്റ് എടുത്ത് വീട്ടിലിരിക്കുന്ന വയസ്സന്മാരെ കൂടി കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാനാണ്. അതോടുകൂടി ചെറുപ്പക്കാരുടെ പ്രതീക്ഷയ്ക്ക് പിന്നെയും മങ്ങലേറ്റു. കേരളം ഭരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇനി തങ്ങൾക്ക് താഴെയുള്ള കോൺഗ്രസിലെ തന്നെ ചെറിയ നേതാക്കന്മാരെ ഒക്കെ ഒന്ന് വിരട്ടി പേടിപ്പിച്ച് മര്യാദ പഠിപ്പിച്ച് ഭരിക്കാനെങ്കിലും കഴിയുമെങ്കിൽ ആകട്ടെ എന്ന് തന്നെയാണ് ചെറുപ്പക്കാരുടെ പക്ഷം. അതിന്റെ മുന്നോടിയായി സംഘടനാ പ്രവർത്തനത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ നേതാക്കൾക്കെതിരെ KPCCയുടെ നടപടി. മഹാത്മാഗാന്ധി കുടുംബ സംഗമം, ലീഡർ ഫണ്ട് അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കൊല്ലം ജില്ലയിലെ 8 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു. ആ പഞ്ചായത്തുകളുടെ ചുമതല ഉണ്ടായിരുന്ന DCC ഭാരവാഹികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ചുമതലയിൽ നിന്ന് അവരെ മാറ്റി. ഇതേ രീതിയിലുള്ള അച്ചടക്ക നടപടി മറ്റു ജില്ലകളിലും KPCC നടപ്പിലാക്കും. KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരുമായി ആലോചിച്ച് സംഘടനാ ചുമതലയുള്ള KPCC സെക്രട്ടറി M ലിജുവാണ് ജില്ലാ നേതൃയോഗത്തിൽ തീരുമാനം അറിയിച്ചത്. ജില്ലയിലെ പ്രമുഖ നേതാക്കളുടെ അസംബ്ലി മണ്ഡലങ്ങളിൽ ഉള്ളവരാണ് നടപടിക്ക് വിധേയരായത്. ഇന്നലെ നടന്ന നേതൃയോഗത്തിൽ പങ്കെടുക്കാത്ത DCC ഭാരവാഹികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ എന്നിവരോട് ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു വിശദീകരണം തേടി. വിട്ടുനിന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ DCC പ്രസിഡന്റിന് വിശദീകരണം നൽകണം. 5 ദിവസത്തിനകം മറുപടി നൽകണം. ഇത്രയും നേതാക്കൾക്കെതിരെ ഒരുമിച്ച് സംഘടനാ നടപടി വരുന്നത് ആദ്യമായാണ്. ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എല്ലാ ജില്ലയിലും എത്തിച്ചേരും. DCC പ്രസിഡന്റുമാരുടെയും ജില്ലകളുടെയും ചുമതലയുള്ള KPCC ഭാരവാഹികളുടെയും പ്രവർത്തനം വിലയിരുത്തും. ഇവർക്ക് ചോദ്യാവലി നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുമായാണ് ദീപാദാസ് മുൻഷിയുമായി തിരുവനന്തപുരത്ത് DCC KPCC ഭാരവാഹികൾ കൂടിക്കാഴ്ചയ്ക്ക് എത്തേണ്ടത്. DCC ഭാരവാഹികൾ, ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരുടെ പ്രവർത്തനം ജില്ലയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും DCC പ്രസിഡന്റും നേരിട്ട് വിലയിരുത്തും. നേതാക്കളെ DCCയിൽ വിളിച്ചു വരുത്തി റിപ്പോർട്ട് പരിശോധിക്കും. കൂടാതെ നിയോജക മണ്ഡലം കോർ കമ്മിറ്റിയും നേതൃയോഗവും 11 അസംബ്ലി മണ്ഡലങ്ങളിലും വിളിച്ചുകൂട്ടി തിരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ നടത്തും. ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത M ലിജുവും ജില്ലയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പഴകുളം മധുവും സംഘടനാ പ്രവർത്തനത്തിന് വീഴ്ച വരുത്തുന്ന നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചു. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി ബന്ധപ്പെട്ടാണ് അച്ചടക്ക നടപടികൾക്കുള്ള അനുമതി നേടിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് നേതൃയോഗം DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദിന് അധികാരം നൽകിയിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാത്ത DCC ഭാരവാഹികളുടെയും ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി നടപടി ശുപാർശ ചെയ്യുവാൻ അസംബ്ലി ചുമതലയുള്ള മുതിർന്ന KPCC നേതാക്കളെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്.